ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. കനകയും മുത്തശ്ശിയും നയനയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദർശ് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദർശ് വരുന്നത് DNA ടെസ്റ്റുമായിട്ട്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു ഇതോ ആദർശേട്ടൻ വന്നു എന്ന്. അപ്പോൾ ആദർശിൻ്റെ അടുത്ത് നയന പറയുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയും ചന്തുമോളുടെ കാര്യം ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞതെന്ന്. ഇങ്ങനെ പറയുമ്പോൾ ആദർശ് അതൊന്നും കാര്യമാക്കുന്നില്ല. ആദർശ് നയനയെ അകത്തേക്ക് വരാൻ വേണ്ടി വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ആദർശ് നയനയെ വിളിച്ച് അകത്തേക്ക് വരുമ്പോൾ എല്ലാവരും അവിടെ നിരന്ന് നിൽക്കുകയാണ്. അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ടായിരുന്നു നീ എങ്ങോട്ട് പോയതാന്ന്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു, ഞാൻ അവിടെ പോയിട്ട് വന്നതാന്ന് പറയുകയാണേ. ആദർശാണെങ്കിൽ അബീനെ തുറച്ച് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് ഇങ്ങനെ നോക്കുന്നുണ്ട്. അബിയാണെങ്കിൽ പെട്ടെന്ന് തല താഴ്ത്തി പിടിക്കുകയാണ്. അപ്പോൾ അബിക്ക് എന്തോ മനസ്സിലാവുകയാണ്, എന്തോ ആദർശ് ഉള്ളിൽ വെച്ചിട്ടാണ് ഇങ്ങനെ നോക്കുന്നതെന്ന്. ആദർശിന് അബിയുടെ അടുത്ത് ഭയങ്കര ദേഷ്യമുണ്ട്. അതിനുശേഷം നയനേനെ വിളിച്ച് ആദർശ് അകത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു നിന്നെ എന്തിനാ നിൻ്റെ ആദർശമായിട്ട് ഇങ്ങനെ തുറിച്ചു നോക്കിയത് എന്ന്. അപ്പോൾ അബി പറയുകയാണ് അതൊന്നും എനിക്കറിയത്തില്ല എന്താണെന്ന് കാര്യമൊന്നും. പക്ഷെ നേരെ നയനേനെയും വിളിച്ചുകൊണ്ട് മുത്തശ്ശൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. പോയതിന് ശേഷം ആദർശ് പറയുന്നുണ്ടായിരുന്നു എല്ലാവരും വിചാരിച്ചു കാണും ഞാൻ മാറി നിന്നതായിരിക്കുമെന്ന്. ഇല്ല, കിരൺ വിളിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് എന്ന്. DNA ടെസ്റ്റ് വന്നു എന്ന് പറഞ്ഞ് മുത്തശ്ശൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുകയാണ്. ചന്തുമോളുടെ അച്ഛൻ ഞാനല്ല എന്നിങ്ങനെ പറയുകയാണ്. എല്ലാവരും വിചാരിച്ച ഞാനിന്നല്ലേ എന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു അതിൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല, നീയല്ലാന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ആ മുത്തശ്ശനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ, അബിയാണ് ചന്തുമോളുടെ അച്ഛൻ എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശന് അതിലും ഒരു കുലുക്കവും വരുന്നില്ല. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ നേരത്തെ വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ന്. അന്ന് അനഘയുടെ വീട്ടിലൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു. അന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇതിനൊക്കെ പിന്നിൽ അവനായിരിക്കുമെന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ് ഇന്ന് എല്ലാവരുടെ മുമ്പിൽ അവൻ തലയുയർത്തി പിടിച്ചല്ലേ നിൽക്കുന്നത്, എൻ്റെ തലയെ താഴ്ത്തിയിട്ട്. ഈ സത്യം എല്ലാവരോടും വെളിപ്പെടുത്തണമെന്നിങ്ങനെ ആദർശ് പറയുമ്പോൾ മുത്തശ്ശൻ ആദർശിനെ വിളിച്ചിട്ട് പറയുകയാണ് ഈ സത്യം പുറത്ത് പറയരുതെന്ന് നയനയും പറയുന്നുണ്ടായിരുന്നു. നവ്യ ചേച്ചി ഇപ്പോൾ വന്നതല്ലേ, ഇന്നൊരു സന്തോഷ ദിവസം നടക്കുന്ന ദിവസമല്ലേ, അതുകൊണ്ട് പറയണ്ടെന്നാണ് മുത്തശ്ശനും നയനയും പറയുന്നത്. അപ്പോൾ അതൊന്നും ആദർശ് കേൾക്കുന്നില്ല. മുത്തശ്ശൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ ഈ കാര്യം മാത്രം എനിക്ക് അനുസരിക്കാൻ പറ്റത്തില്ല, ഞാൻ ഈ പറയുക തന്നെ ചെയ്യുന്നു തറപ്പിച്ച് ആദർശം പറയുന്നുണ്ടായിരുന്നേ. എല്ലാവരും ചന്തുമോളുടെ അച്ഛൻ ആദർശ് എന്നല്ലേ വിചാരിച്ച് വെച്ചിരിക്കുന്നു, അതുകൊണ്ട് അതിൽ നിന്നും എനിക്കൊരു മോചനം വേണം, ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്ന് എല്ലാവരും അറിയണം എന്നിങ്ങനെ പറയുമ്പോൾ നയനയും പറയുന്നുണ്ടായിരുന്നു ആദർശേട്ടാ പറയരുത് ഇങ്ങനെ തടയാണ്. ആദർശ് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് മുത്തശ്ശന് നെഞ്ചുവേദന വരികയാണ്. അപ്പോൾ ആദർശ് എന്ത് പറ്റി മുത്തശ്ശാന്ന് പറഞ്ഞ് മുത്തശ്ശനെ പിടിച്ച് അവിടെ ഇരുത്തുകയാണ് ബെഡിൽ. ആദർശ് എന്ത് പറ്റി മുത്തശ്ശാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ അനുസരിച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ട് നീ ഇന്ന് ഞാൻ പറയുന്ന കാര്യം നീ അനുസരിച്ചേ പറ്റുള്ളൂ. അബിയാണ് ചന്തുമോളുടെ അച്ഛൻ എന്നുള്ള കാര്യം നീ ആരെടുത്തും പറയരുത് എന്ന് പറയുകയാണ്. ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്ന് എല്ലാവരും അറിയുമ്പോൾ ചന്തുമോളെ കൊല്ലാൻ വരെ മടിക്കാത്തവനാണ് അബി, അതുകൊണ്ട് നീ ഈ കാര്യം ആരെടുത്തും പറയേണ്ടെന്നാണ് മുത്തശ്ശനും പറയുന്നത്. നയനയും പറയുന്നുണ്ടായിരുന്നു നവ്യേച്ചി കുഞ്ഞിനെയും കൊണ്ട് സന്തോഷമായിട്ടാണ് ഇവിടെ കയറി വന്നത്, ഇപ്പോൾ ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്ന് അറിയിക്കുകയാണെങ്കിൽ നവ്യേച്ചി അച്ഛനും അമ്മൻ്റെ കൂടെ ഇപ്പോഴും ഇറങ്ങിപ്പോവും എന്ന് പറയുകയാണേ. നയനയും മുത്തശ്ശനും വീണ്ടും പുറത്ത് പറയില്ലെന്ന് പറയുമ്പോൾ നിവൃത്തിയില്ലാതെ ആദർശ് അതിന് വഴങ്ങി കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നയനയും മുത്തശ്ശനും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പുറത്ത് പറയില്ല എന്ന് സമ്മതിച്ചതെന്ന്. എന്നിട്ട് മുത്തശ്ശൻ ആദർശിൻ്റെ അടുത്ത് പറയുകയാണ് അബിക്കാണെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്ത് ഒട്ടും സ്നേഹമില്ല, അതുകൊണ്ട് നീ ആ കുഞ്ഞിനെ അച്ഛനും ആവണം, നല്ല രീതിയിൽ സ്നേഹിക്കണം, നയന അമ്മയായില്ലേ അവൾ നല്ല രീതിയിൽ സ്നേഹിക്കുന്നേ, അതുപോലെ നീയും ചന്തുമോളെ സ്നേഹിക്കണമെന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് നവ്യ പറയുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും മുമ്പിൽ അയാൾ തലയുയർത്തി പിടിച്ചല്ലേ ഇത്രയും കാലം ഇവിടെ ജീവിച്ചിരുന്നത്, ഇപ്പോൾ അയാൾക്ക് എല്ലാവരുടെയും മുമ്പിൽ വരാൻ നാണക്കേട് കാണും, അതുകൊണ്ടായിരിക്കും പുറത്ത് വരാതെ റൂമിനകത്ത് കയറിയിരിക്കുന്നതെന്ന്. ഈ നവ്യ പറയുന്നത് കേട്ട് ജലജയെ അതിന് കൂട്ടുപിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നയനയും ആദർശും മോളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ആദർശിൻ്റെ അടുത്ത് എല്ലാവർ ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താ മാറി നിന്നേന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ് ഞാൻ മാറി നിന്നാലും ഒരു അത്യാവശ്യമായി പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പുറത്ത് പോയതാണെന്ന് പറയുകയാണേ, അല്ലാതെ ഞാൻ മാറി നിന്നതൊന്നും അല്ല എന്നിങ്ങനെ പറയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു നിനക്ക് ഇനിയിപ്പോൾ ചിലപ്പോൾ ഇതേപോലെ മാറി നിൽക്കേണ്ട ആവശ്യം വരും എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുകയാണ് എനിക്കതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന്. പിന്നീട് ഗോവിന്ദനാണെങ്കിലും ആദർശിൻ്റെ അടുത്ത് പറയുകയാണ് മോനൊന്ന് ഈ വന്നേ, എനിക്ക് മോൻ്റെ അടുത്ത് സംസാരിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു അച്ഛാ ഞാൻ അച്ഛൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞതല്ലേ. ആദർശിനെയും വിളിച്ചുകൊണ്ട് ഗോവിന്ദൻ പുറത്തേക്ക് പോവുകയാണ് സംസാരിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ കനകയ്ക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ എന്നിട്ട് നയനയുടെ കൈനെ പിടിച്ചിട്ട് കനക കരയുന്നുണ്ടായിരുന്നു മോളെ ആദർശിനെ കുറിച്ച് ഞങ്ങളൊന്നും ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ച് വെച്ചിരുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഭയങ്കര കരച്ചിൽ. അപ്പോൾ ജാനകിയും പറയുന്നുണ്ടായിരുന്നു ഞങ്ങളും ആദർശിനെ കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ച് വെച്ചിരുന്നതെന്ന്, അവനിങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ അനി അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അമ്മ കൂടുതലൊന്നും പറയേണ്ട, ആദർശേട്ടൻ എന്തായാലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തില്ല എന്ന്.
അങ്ങനെ തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ലേ പിന്നെ എന്താ ഈ കാര്യത്തിനെക്കുറിച്ച് അവൻ നിഷേധിക്കാത്തതെന്ന്. അപ്പോൾ അജയൻ പറയുന്നുണ്ടായിരുന്നു അതിനെന്തെങ്കിലും കാരണം കാണുമെന്ന്. അതിനിടയിൽ കൂടി ജലജയും പറയുന്നുണ്ടായിരുന്നു എൻ്റെ മകനാണ് തെറ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, എൻ്റെ മകനേലെ പെണ്ണുപിടിയൻ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനേക്കാളും വലിയ തെറ്റാണല്ലോ ആദർശ് ചെയ്തത്. ഓർത്തീസ് ജ്വല്ലറിയുടെ MD ആണ് ഈ തെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ ജയനാണെങ്കിലും ദേവയാനിക്കാണെങ്കിലും ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ അവരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നേ. ആദർശിൻ്റെ അടുത്ത് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാ മോനെ ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞു വെച്ചിട്ട് എൻ്റെ മോളെ വിവാഹം കഴിക്കാൻ വന്നത് എന്ന്. മോൻ ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ലല്ലോ നയന മോളെ വിവാഹം കഴിച്ചത്. മോൻ നേരത്തെ നവ്യ മോളെ കാണാൻ വന്നിരുന്നല്ലോ. ഒരു കുഞ്ഞുണ്ടെങ്കിൽ പിന്നെ എന്തിനാ മോനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്ന്. മോൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ ആദർശനാണെങ്കിൽ ഒന്നും പറയാനും പറ്റുന്നില്ല, ഒന്നും മിണ്ടാനും പറ്റുന്നില്ല. അങ്ങനെ മിണ്ടാതെ ആദർശം നിൽക്കുന്നുണ്ടായിരുന്നേ. സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഇടയിൽ നയന വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് നയന അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ അടുത്ത് ഞാൻ നേരത്തെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ആദർശേട്ടനെ കുറ്റപ്പെടുത്തുന്നത്? ആദർശേട്ടൻ നേരത്തെ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് എന്ന്. എനിക്കൊരു തെറ്റ് പറ്റി എന്ന് പറഞ്ഞ് ആദ്യം എന്നോടാണ് ഈ കാര്യം തുറന്ന് പറഞ്ഞത്. ഒരാൾ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് കാര്യം പറയുമ്പോൾ നമ്മളത് ക്ഷമിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത്. ഇങ്ങനെ പറയുന്ന സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു മോളെ നിനക്ക് ഇങ്ങനെ ചിന്തിക്കാനും ക്ഷമിക്കാനും ഒക്കെ പറ്റുള്ളൂ. നിൻ്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ ഈ തെറ്റ് ഒരിക്കലും പൊറുക്കത്തില്ല. ആ നിമിഷം തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു ചന്തുമോൾ എന്നെ കണ്ട നാൾ മുതൽ എന്നെ നയനാമ്മ എന്നാണ് വിളിക്കുന്നത്. ഞാൻ എൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് അവളെ സ്നേഹിക്കുന്നതെന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു മോളുടെ കുഞ്ഞല്ലല്ലോ ആ കുഞ്ഞ്, ആദർശാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ. മോളുടെ സ്വന്തം കുഞ്ഞൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയുകയാണ് ഞാൻ എൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെയാണ് ചന്തുമോളെ ഞാൻ സ്നേഹിക്കുന്നതെന്ന്. ഒക്കെ കേൾക്കുമ്പോഴും ഗോവിന്ദന് ഭയങ്കര സങ്കടമൊക്കെ ആവുകയാണ്. എന്നിട്ട് ഗോവിന്ദൻ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഒന്നും അറിയാത്ത എൻ്റെ മോളടുത്ത് ഇത്രയും വലിയ തെറ്റ് ചെയ്ത് വലിയ തെറ്റായിപ്പോയി എന്ന് പറയുകയാണ്. സങ്കടപ്പെട്ട് ഗോവിന്ദനെ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ആദർശിന് ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ വരെയാണ്. ആദർശിന് മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റാത്തതിൽ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു നയനയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തെങ്കിലും നിനക്ക് സത്യം പറയാമായിരുന്നു എന്ന്. അപ്പോൾ നയന പറയുകയാണ് എന്തിനാ സത്യം പറയുന്നത്, ഞാനും മുത്തശ്ശനൊക്കെ സത്യം അറിഞ്ഞല്ലോ. അതിനുശേഷം ആദർശേട്ടൻ്റെ കൂടെയല്ലേ ഞങ്ങൾ നിൽക്കുന്നത്. ആദർശിന് സത്യം പുറത്ത് പറയത്തിൽ ഭയങ്കര വിഷമമുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ടായിരുന്നു ത്യാഗമൊക്കെ ചെയ്യാം, പക്ഷേ ഇങ്ങനെ ഒരു ത്യാഗം ആരും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാളുടെ വിഴുപ്പ് ചുമന്നിട്ട് വേണോ ത്യാഗം ചെയ്യാനെന്ന്. എനിക്ക് ആരുടെയും വിഴുപ്പ് ചുമക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ ആദർശ് നിൽക്കുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു നവ്യേച്ചി കുഞ്ഞിനെയും കൊണ്ട് നല്ല സന്തോഷത്തിലാണ് ഇങ്ങോട്ട് വന്ന് കയറിയത്. ഈ കാര്യം നവ്യേച്ചി അറിയുന്നെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നവ്യേച്ചി പോകും. പിന്നെ ആദർശേട്ടൻ്റെ കൂടെ ഞാനും മുത്തശ്ശനും ഒക്കെ നിൽക്കുകയല്ലേ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. പിന്നീട് മുത്തശ്ശിൻ്റെ അടുത്ത് മുത്തശ്ശി വന്നിട്ട് പറയുകയാണ് ആദർശിനെ പിന്നെ ഇപ്പോൾ എല്ലാവരെയും മുമ്പിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കാര്യം അറിഞ്ഞതിന് ശേഷം എന്നിങ്ങനെ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ അബിയാണ് ചന്തുമോളുടെ അച്ഛനെന്ന് എല്ലായിടത്തും വിളിച്ച് പറയട്ടെ എന്ന്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് ഇദ്ദേഹം എന്താ ഇപ്പോൾ പറഞ്ഞതെന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു നമ്മൾ തമ്മിലൊന്നും മറച്ചു വെക്കാറില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ സത്യം നിൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞത് അബിയാണ് ചന്തുമോളുടെ അച്ഛനെന്ന്. DNA ടെസ്റ്റ് നടത്തി ആദർശ് ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്ന് തിരിച്ചറിഞ്ഞു. കിരൺ വിളിച്ചിട്ടാണ് ആദർശ് പോയത്, അല്ലാതെ എല്ലാവരെയും മുമ്പിൽ നിൽക്കാൻ നാണം കെട്ടല്ല ആദർശ് ഇവിടെ നിന്ന് പോയത് എന്ന്. DNA ടെസ്റ്റ് നടത്തിയ റിസൾട്ട് ആദർശ് എന്നെ കൊണ്ടുവന്ന് കാണിച്ചു. അങ്ങനെ ഞങ്ങൾ അറിഞ്ഞു ആദർശ് അല്ല ചന്തുമോളുടെ അച്ഛനെന്ന് അബിയാണ് എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടാണ് അബി എല്ലാവരുടെയും മുമ്പിൽ നെളിഞ്ഞവിടെ നിൽക്കുന്നതെന്ന്. ഭയങ്കര ദേഷ്യത്തിലാണ് മുത്തശ്ശി. അവൻ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് നിൽക്കുന്നത് കണ്ടില്ല, അവൻ്റെ കരണം അടിച്ചു പൊളിക്കണമെന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ് അവൻ്റെ കരണം അല്ല അടിച്ചു പൊളിക്കാനുള്ളത്, അവൻ്റെ കാലും കൈ അടിച്ചൊടിച്ച് പുറത്താക്കുകയാണ് വേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ ജലജേനയും കൂടി ആക്കേണ്ടി വരും. അമ്മയും മോനും ആ നിമിഷം തന്നെ ഇവിടെ നിന്ന് പടി ഇറങ്ങേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം മറച്ചു വെച്ചത്. ഇപ്പോഴേക്കും നയന വരുന്നുണ്ടായിരുന്നു. മുത്തശ്ശൻ നയനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു മോളെന്തിനാ അച്ഛനും അമ്മേൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞത് എന്ന്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു അബിയാണെങ്കിൽ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എപ്പോഴും ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ അച്ഛനും അമ്മേൻ്റെ അടുത്തും ഈ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞത് എന്ന്. ആദർശേട്ടൻ്റെ അടുത്ത് ഈ കാര്യം പുറത്ത് പറയുമെന്ന് പറഞ്ഞ് കുറച്ച് പണമൊന്നുമല്ല ആദർശേട്ടൻ്റെ നിന്ന് അവൻ തട്ടിയെടുത്തത്, കുറേ മാത്രം അവൻ തട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചന്തുമോളുടെ കാര്യം ഞാൻ വീട്ടിലെല്ലാവരുടെ അടുത്തും തുറന്ന് പറഞ്ഞത് എന്ന്. അപ്പം അബിക്കാണെങ്കിൽ ഒരു ബ്രാഞ്ച് കൊടുക്കാമെന്ന് മുത്തശ്ശൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ എന്തായാലും ഞാൻ അതൊന്നും അവന് കൊടുക്കാൻ പോകുന്നില്ല. ട്രസ്റ്റിൽ നിന്ന് തന്നെ ഇനി അവനെ ഒഴിവാക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും അത് ഉടനെ ഒന്നും നടപ്പിലാക്കില്ല. ഇനി ആദർശ് മോൻ്റെ അടുത്ത് തീരുമാനിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറയുകയാണേ. മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ഗോവിന്ദൻ്റെ അടുത്തും കനകയുടെ അടുത്തും ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചോളാം എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു അവർ പോയി എന്ന്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അവരൊന്നും കഴിക്കാതെയാണ് പോയി എന്ന്. അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ആർക്കാണ് കഴിക്കാൻ തോന്നുന്നത്. എന്തായാലും ഞാൻ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. എന്തായാലും സത്യങ്ങൾ അറിഞ്ഞാലും ആ അമ്മയ്ക്കും അച്ഛനും അതൊന്നും സമാധാനം ആവില്ലല്ലോ, വീണ്ടും നവ്യേച്ചിയുടെ ജീവിതം കുഴപ്പത്തിലാവൂലേ എന്നിങ്ങനെ പറയുകയാണ്. പിന്നീട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആദർശിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.